അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കേക്കിലേക്ക് ഐസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് 1/2 kg വെയിറ്റുള്ള കേക്കാണ് കേട്ടോ. 5 ഇഞ്ച് മോൾഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളർ മിക്സ് ചെയ്തെടുക്കാവേ. ഞാൻ എന്താ ഇവിടെ കുറച്ച് വീതം whipping ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പർപ്പിൾ ഒന്ന് എടുക്കാം. കുറച്ചൊന്ന് ഡാർക്കായിട്ട് തന്നെ കിട്ടുന്ന രീതിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് 1-2 ഡ്രോപ്പ് പിങ്കും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലേക്ക് ഈ ഒരു ക്രീം കിട്ടും കേട്ടോ. ഈ 2 കളറും ഷുഗറിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കളറിലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഗ്രീൻ ആണ് കേട്ടോ. ഗാർഡൻ ഗ്രീൻ ആണ് എടുക്കുന്നത്. മാജിക് കളേഴ്സിൻ്റെ ആണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഗ്രീനും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് യെല്ലോ ആണ് കേട്ടോ. യെല്ലോ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് കുറച്ച് whipping ക്രീമിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. മാജിക് കളേഴ്സിൻ്റെ തന്നെയാണ്. ലെമൺ എല്ലാം കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കളറൊക്കെ നമ്മളത് അവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഗ്രീൻ ആണ് കേട്ടോ. അപ്പോൾ നോസിലൊന്നും വേണമെന്നില്ല. നമുക്ക് ബാഗിൻ്റെ ടിപ്പ് ആ ഒരു ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് എടുത്തിട്ട് ടിപ്പ് V ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ആ ഒരു ലീഫ് ഡിസൈൻ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നോസിലുണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഈ ഒരു ടൈപ്പ് ലീഫ് ഒന്ന് ചെയ്ത് കൊടുക്കാവേ. ഒരു സൈഡിലായിട്ടൊന്ന് വരുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആ ഒരു ലീഫൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഡെക്കറേഷൻ ആട്ടോ കൊടുക്കേണ്ടത്. എടുക്കുന്ന നോസിൽ പെറ്റൽ നോസിലാണ്. ഈ ഒരു ടിപ്പ് വരുന്ന നോസിലാണ് കേട്ടോ. അപ്പം ഈ ഒരു നോസിൽ നമ്പറില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ പെറ്റൽ നോസിലായിട്ടുള്ളത് ആ ഒരു നോസിൽ എടുത്താൽ മതി. പിന്നെ എടുക്കുന്ന കളർ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പർപ്പിളാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ആ ലീഫ് കൊടുത്തില്ലേ ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ടൈപ്പ് ഫ്ലവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോസിൽ എടുക്കുന്ന ടൈമിൽ ആ ഒരു ടിപ്പ് വരുമ്പോൾ ആ ഒരു വീതി കുറഞ്ഞ ഭാഗം മുകളിലും വീതി കൂടിയ ഭാഗം താഴെയും വരണം കേട്ടോ. ആ ഒരു രീതിയിലൊന്ന് ചരിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു പർപ്പിൾ ക്രീം യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ ഒന്ന് കേക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ലീഫ് ചെയ്ത ആ ഒരു ബാഗ് യൂസ് ചെയ്ത് തന്നെ ബാക്കി വരുന്ന ഭാഗം കുറച്ചുകൂടി ഒന്ന് ലീഫൊക്കെ വേണ്ട ഭാഗത്തൊക്കെ ഒന്ന് കൊടുത്ത് കറക്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു യെല്ലോ ക്രീം എടുക്കാം. അപ്പോൾ അതിന് നമുക്ക് റോസിൽ ആവശ്യമില്ല. അതിൻ്റെ ടിപ്പ് ചെറുതായിട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഒന്ന് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ഡിസൈനായിട്ട് കിട്ടും. എല്ലാ ഫ്ലവറിൻ്റെയും സെൻറ്ററിലായിട്ട് കൊടുക്കാവേ. നമ്മൾ ആ ഒരു ഫ്ലവർ ഡെക്കറേഷൻ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ബോർഡ് ഡിസൈൻ കൊടുക്കണം. അപ്പോൾ എടുക്കുന്നത് ആ ഒരു ഗ്രീൻ കളർ തന്നെയാണ്. സെയിം പേപ്പർ ബാഗ് തന്നെയാണ് കേട്ടോ. നമ്മൾ ആ ഒരു ലീഫ് നോസിലിൻ്റെ ആ ഒരു ടൈപ്പിലൊന്ന് കട്ട് ചെയ്തല്ലോ ആ ഒരു ടിപ്പ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ചെറിയ ലീഫ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നതന്നേ ഉള്ളൂ. കേക്കിൻ്റെ സൈഡ് ഫുള്ളും ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ബോർഡർ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൽ ആ ഒരു മാറ്റ് കൂടി ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു മാറ്ററൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് കിട്ടുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഒപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്